വെൽക്കം വൺ സെക്കൻഡ് ലിറ്റിൽ ലോകനാഥ് ലൈഫ് കോച്ചിലാവും. ഇപ്പോഴും നെറ്റിയെ കാണുന്നില്ല, അത് ഗണപതി പ്രസാദാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഗുരുവായൂർ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും പോയി അവിടെ ഒരു അനുഭവം ഉണ്ടായതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തോന്നി, പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ്. എപ്പോഴും പ്ലാനിങ് ഒക്കെ ഇങ്ങനെ നടക്കും, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ മുടക്കും, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞു. അപ്പോൾ അന്ന് ഇവിടെ ആരും ഇല്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെ പോയി. അപ്പോൾ വഴി നല്ല 6 വരി പാത നല്ല ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതാണ്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ഫ്രഷായൊക്കെ കഴിഞ്ഞിട്ടും അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ശീവേലി നടക്കുകയാണ്. 3 ആനകളുണ്ട്. നടുക്ക് ഇങ്ങനെ ഒരു ഗജരാജൻ്റെ മുകളിലിങ്ങനെ ആടി ആടി കളിക്കുന്ന ഭഗവാന്റെ മൂലവിഗ്രഹമൊക്കെ കണ്ട് തൊഴുതു. പിന്നെ കൃഷ്ണനാട്ടം, എന്തായാലും എന്ത് കൃഷ്ണനാട്ടം എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയത്. എൻ്റെ ബുക്കിൻ്റെ പേരൊക്കെ കൃഷ്ണനാട്ടം എന്നാണെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം എന്തായാലും കൃഷ്ണനാട്ടം കാണുക എന്നുള്ളതൊരു അന്നത്തെ ഒരു ഗോളായിരുന്നു. എന്തായാലും അവിടെ തങ്ങാൻ തീരുമാനിച്ചത് കൊണ്ട് കൃഷ്ണനാട്ടം കാണണം. അങ്ങനെ കൃഷ്ണനാട്ടത്തിന് ആട്ടവിളക്ക് കത്തിച്ചു, ഇങ്ങനെ എല്ലാം ഒരുങ്ങി. അപ്പോൾ അവരുടെ ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ, കഥകളിയുടെ സമാനമായിട്ടുള്ളത് ഏകദേശം നമ്മുടെ കോഴിക്കോട്ടത്തെ ഒരു സാമൂതിരി രാജാവ്, മാനവേദൻ എന്ന് പറയുന്ന സാമൂതിരി രാജാവാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ അന്ന് ബാണയുദ്ധമാണ് കളിക്കുന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് ഞാനിങ്ങനെ ഈശ്വര ഗുരുവായൂരപ്പ, ഞാൻ തലേ ദിവസം നാരായണി എടുത്ത് ഞാൻ കോളേജിൽ കൊണ്ടുപോകാറുണ്ട് നാരായണി. അപ്പോൾ അതെടുത്തിട്ട് ഒരു അധ്യായം വായിക്കാമെന്ന് പറഞ്ഞ് തുറന്നപ്പോഴത്തേക്കും ബാണയുദ്ധമാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി ഞാൻ വായിച്ചപ്പോഴത്തേക്കിനും കാര്യവിജയമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. ഞാൻ വായിക്കുകയും ഇവിടെ ബാണയുദ്ധം കളിക്കാൻ പോയും. അപ്പോൾ അതിൻ്റെ കഥ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിങ്ങനെ സന്തോഷം കൊണ്ട് തുളുമ്പുമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബാണയുദ്ധത്തിൻ്റെ കഥാസന്ദർഭമൊക്കെ അവിടെ വിവരിച്ചു. അങ്ങനെ കർട്ടൻ ഇങ്ങനെ മേളക്കാരൊക്കെ വന്നു, മേളം തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം ഇങ്ങനെ ആ മേളത്തിനനുസരിച്ച് ഇങ്ങനെ ഗുരുവായൂർ ചെന്നാലേ അറിയത്തുള്ളൂ, അതിൻ്റെ ആ ഒരു വ്യാപ്തി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൃഷ്ണൻ്റെ യുദ്ധമാണ്. ആദ്യം ബാണാസുരൻ്റെ ഒരു അനുയായി വരും, മകരാസുരൻ. അപ്പോൾ തുടക്കത്തിൽ തന്നെ രംഗം അങ്ങോട്ട് കർട്ടൻ പൊങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഗരുഡൻ്റെ മുകളിലിരിക്കുന്ന കൃഷ്ണനെയും സത്യഭാമയാണ്. കൃഷ്ണനെ കണ്ടിട്ടാണെങ്കിൽ ഐശ്വര്യം തുളുമ്പിയിട്ട് നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, എന്താ അതുപോലെ തന്നെ സത്യഭാമയും. അപ്പോൾ അസുരന്മാർ ഓരോരുത്തരായി വരികയാണ് വെല്ലുവിളിച്ചുകൊണ്ട്. അപ്പോൾ ഗരുഡനാണ് അതിൽ ചാടി വീഴുന്നത്. എന്ത് രസമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് കൃഷ്ണന് സത്യഭാമയോടുള്ളൊരു സ്നേഹം. എപ്പോഴും കൈ ഇങ്ങനെ പിടിച്ച് കൃഷ്ണൻ സ്വന്തം കൈക്കുള്ളിലാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ അപ്പുറത്ത് നരകാസുരൻ ഇങ്ങനെ ഭയങ്കര പോർക്കുവിലേക്ക് നടക്കുമ്പോൾ ഇവിടെ ഇവരിങ്ങനെ വളരെ ശൃംഗാര രസത്തോടെ അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള, എസ്പെഷ്യലി ദാമ്പത്യ ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. എപ്പോഴും തൻ്റെ ഇടത് കൈക്കുള്ളിൽ സത്യഭാമയുടെ വലത് കൈ പിടിച്ചുകൊണ്ടാണ് കൃഷ്ണൻ യുദ്ധത്തിന് പോലും പോകുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ കൃഷ്ണന് ബോധക്ഷയം വരുമ്പോൾ സത്യഭാമ ഒരുങ്ങുന്നു യുദ്ധത്തിന്. അങ്ങനെ കൃഷ്ണന് ബോധം തെളിയുകയും സത്യഭാമയെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ അപ്രീസിയേഷനും കൺസിഡറേഷനും കൺസേണും കെയറിങ്ങും ഒക്കെ എത്ര ഉദാത്തമായ രീതിയിലാണ് നമ്മുടെ പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതിൻ്റെ ഒരു. അപ്പോൾ എനിക്ക് വലിയൊരു അനുഭവമായിപ്പോയി കൃഷ്ണനാട്ടം. ഇതൊരു വീഡിയോ കുറച്ച് നീണ്ടുപോയി. അവിടെ ഉണ്ടായ വേറൊരു ഞെട്ടിപ്പിക്കുന്നതല്ല, ഒരു അത്ഭുതം ഉണ്ടാക്കുന്നൊരു സംഭവം ഞാൻ അടുത്ത ദിവസം പറയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇപ്പോൾ എനിക്ക് എപ്പോഴും ഗുരുവായൂർ പോകണമെന്നൊരു തോന്നൽ മാത്രം, കൃഷ്ണനാട്ടം കാണാൻ.